ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദീപക്കുമായുള്ള എന്റെ വിവാഹം നടക്കില്ല. ഇതൊന്നും മുടങ്ങി കിട്ടിയ പിന്നെ രാജുവിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് ആയി, ഫുൾ കോൺഫിഡന്റ് ആയി, ഞാൻ ഫുൾ ഹാപ്പിയായി. എല്ലാം അറിഞ്ഞുകൊണ്ട് ആ ചെറ്റയുടെ കൈ പിടിച്ച് കൊടുത്ത അതോടെ ആ പാവത്തിന്റെ ജീവിതം നാശാവളിയാ. അതുകൊണ്ട് അളിയ എനിക്ക് മനസ്സിലാവും എന്റെ അവസ്ഥ. അളിയോടൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെ വർമ്മ സാറിന് വിഷമുണ്ടാക്കുന്ന കാര്യം ചെയ്യും? അളിയ, വർമ്മ സാറിന്റെ വിഷമാവൂന്ന് അളിയനോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ അളിയെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നല്ലേ. വർമ്മ സാർ അളിയനോട് ചോദിച്ചതല്ലേ മാഡത്തിന് വിവാഹം കഴിക്കാൻ പറ്റുമോന്ന്. അപ്പൊ അളിയൻ പറഞ്ഞു പറ്റില്ല. പിന്നെ വർമ്മ സാർ എന്തി? അളിയ, എങ്ങനെയെങ്കിലും ഈ വിവാഹം നമുക്ക് മുടക്കണം അളിയ. ഇനിയിപ്പോ അളിയന് സമ്മതമില്ലെങ്കിലും ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കും. അളിയൻ എന്നോട് ദേഷ്യം തോന്നരുത്. അളിയ, ഞാനും ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അളിയ, പിന്നെ എന്തിനളിയ കൂടുതൽ ആലോചിക്കുന്നേ? ചെന്ന് മേടത്തെ വിളിച്ചിറങ്ങേണ്ടവാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇവിടെ ആരും അളിയനോട് ഒന്നും ചോദിക്കില്ല. ഞാൻ നോക്കിയോളാം അളിയ. ആ ഇവന്റ് മാനേജരും ഈ ബൗൺസേഴ്സും ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നോക്കിയോളാം അളിയ. അളിയനെ ഇത് എന്തൊക്കെയാ പറയുന്ന? ഋതിക മേടത്തെ വിളിച്ചിറക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്ന. ഞാൻ പറഞ്ഞതിന് ഒരേ ഒരു അർത്ഥേ ഉള്ളൂ. എന്തർത്ഥം? ദീപക്കും ഋതിക മേഡം തമ്മിലുള്ള വിവാഹം നടക്കരുത്. അവനെ പോലെ ഒരുത്തൻ ഋതിക മേഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടി മേഡത്തിന്റെ ജീവിതം നാശമാക്കാൻ പാടില്ല. ഞാൻ അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഇതേ നടക്കാൻ പാടുള്ളൂ, അതേ കൂടുതലൊന്നുമില്ല. ഈ വിവാഹം നമുക്ക് മുടക്കണം. നമുക്ക് മുടക്കാളിയ. ഞാനുണ്ട് അളിയനോടെ. അളിയ, വെറുതെ എങ്ങനെ മുടക്കിയാ പോരാ. ദീപകിന്റെയും അംബിക മേഡത്തിന്റെയും ശല്യം ഇനി ഋതിക മേഡത്തിനുണ്ടാവരുത്. അംബിക മേഡം ഇനി ഒരിക്കലും ദീപകിനെ കൊണ്ട് ഋതിക മേഡത്തെ വിവാഹം കഴിപ്പിക്കാന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സിലായോ? അങ്ങനെ അവരെ പൂട്ടണം. ഇന്നലെ ഹൽദി നടക്കുന്ന സമയത്ത് അവര് ഋതിക മേഡത്തിന്റെ കാല് ചവിട്ടിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. പാവത്തിനത് എത്രമാത്രം വേദനിച്ചു. ചിരിക്കാൻ എന്നിട്ട് എന്താ അളിയാ മിണ്ടാന്നേ? ഞാനങ്ങനെ വരുന്നെങ്കിൽ ആ പെണ്ണുമ്പിടെ മുഖത്തൊന്നും കൊടുത്തേനെ. വർമ്മ സാറിന്റെ ചേച്ചി അളിയ, നമുക്കൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. വർമ്മ സാറിന് അവരോട് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെയാ. പക്ഷെ അവരത് നന്നായിട്ട് മുതലാക്കുക. ആദ്യം ഈ വിവാഹം നമുക്ക് മുടക്കാം. എന്നിട്ട് വേണം ആ ഇവന്റ് മാനേജറിന്റെ തെണ്ടിയെ എനിക്കൊന്ന് പൊട്ടിക്കാൻ. ഇന്നലെ അവ അളിയൻ എന്തൊക്കെയാ പറഞ്ഞ്? ഒന്നും എന്റെ മനസ്സിൽ പോയിട്ടില്ല. ഇവന്റെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നുണ്ട് എന്റെ പിള്ളേരുമായിട്ട്. അതൊക്കെ പോട്ടെ. നമുക്ക് ഇപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാം. അളിയൻ പറ, എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? എന്താ ഒരു വഴി? അളിയ, ഞാനൊരു അഡ്രസ് തരാം. ദിവ്യ ഇപ്പൊ താമസിക്കുന്ന അഡ്രസ്. അളിയനൊന്ന് അവിടെ വരെ പോണം. അവിടെ ചെന്നിട്ട് എന്നൊന്ന് ഫോൺ ചെയ്യണം. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് അപ്പൊ പറയാം. ശരി, ഞാൻ പോവാം. അഡ്രസ് അയക്കാം. അഡ്രസ് ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ശരി അളിയ. അളിയ, എന്താ അളിയിൽ തോന്നിയ ഐഡിയ? അളിയൻ ചെല്ല്. അളിയനോട് ഞാൻ വിശദമായിട്ട് പറയാം. ശരി അളിയ, ഞാൻ പോയിട്ട് വരാം.
എന്താ ഈ സമയത്ത്? ഹൃദയ മാഡം, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ ചേട്ടാ? ഹൃദയ മാഡം, ഞാൻ രാജുള്ളിനോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് രാജു എന്ത് പറഞ്ഞു? ദീപക്കുമായിട്ടുള്ള വിവാഹം എങ്ങനെങ്കിലും മുടക്കാന്നാ പറയുന്നത്. സത്യമാണോ ചേട്ടാ ഈ പറയുന്നത്? അതെ മാഡം, സത്യ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹൃതിക മാഡം, തൽക്കാലത്തേക്കൊന്ന് ആശ്വസിച്ചോ. കാരണം അളിയെ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കും. പക്ഷേ ഹൃതിക മാഡവും അളിയനും തമ്മിലുള്ള കാര്യം ചോദിച്ചപ്പോ അളിയത് ഒഴിഞ്ഞു മാറാൻ നോക്കി. അല്ലെങ്കിലും രാജു അക്കാര്യത്തില് അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അതെനിക്കറിയാം. എന്തായാലും രാജു വിവാഹം മുടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. ഹൃതിക മാഡം ധൈര്യമായിട്ടിരുന്നു. അളിയനെന്താ പ്ലാൻ എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പ്ലാൻ എന്താണെന്ന് അറിയുമ്പോ ഞാൻ മേഡത്തെ വിളിച്ചറിയിക്കാം. ഞാൻ വീടിന്റെ പുറകിലൂടെ ആരും കാണാതെ ഇങ്ങോട്ട് വന്നത്. ഞാൻ പോവാ. ഞാൻ മേഡത്തെ വിളിക്കാം. ആ, പിന്നെ മേഡം ഇത് അറിഞ്ഞതായിട്ട് പുറത്ത് കാണിക്കരുത്. ഇല്ല ഏട്ടാ, ചേട്ടൻ പൊയ്ക്കോ. ശരി. യെസ്. ഈ വിവാഹം മുടങ്ങും. ദീപക്കുമായുള്ള എന്റെ വിവാഹം നടക്കില്ല. ഇതൊന്നും മുടങ്ങി കിട്ടിയ പിന്നെ രാജുവിന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുക്കും. ഇപ്പൊ ഞാൻ കോൺഫിഡന്റ് ആയി, ഫുൾ കോൺഫിഡന്റ് ആയി. ഞാൻ ഫുൾ ഹാപ്പിയായി. വേണ്ട വേണ്ട ഋതികേ, നിന്റെ ഹാപ്പിനെസ് പുറത്ത് കാണിക്കണ്ട. കൂളാ, നീ സമാധാനപ്പെട്. സമാധാനായിട്ടിരിക്കും. എല്ലാം നിന്റെ ആഗ്രഹപ്രകാരം നടക്കും.